ചെയ്യാൻ ഖബറിന് മാത്രമല്ല സൃഷ്ടികൾക്ക് ആർക്കും സുജൂദ് ചെയ്യാം എന്നിടത്ത് നിങ്ങൾ സക്കാഫികൾ എത്തിത്തുടങ്ങി. അപ്പൊ സക്കാഫത്ത് ബിരുദത്തിന്റെ കോലെങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളെ പറ്റി പറഞ്ഞപ്പോ മൗലവിക്കും അറിയില്ല, നിങ്ങളെ ഉസ്താദുമല്ല, ഉസ്താദിന്റെ നിങ്ങളേത് ഉസ്താദ് പഠിപ്പിച്ചതാ? ഏത് ബിരുദം? ഈ ബിരുദം കൊടുത്ത് ഇയാളെ ബിരുദങ്ങൾ പിൻവലിക്കോ? ഇയാളുകളെ തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരാളാ, ഇയാള് പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇയാളെ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അയാൾ നിഷേധിക്കുന്നത് ഇതിലുണ്ട് ഏതുപോലെ ഇതിലുണ്ട്, ഞാൻ ആ ക്യാമറ മുമ്പ് കാണിക്കണേ ഏതാന്ന് പറയില്ല, ഞാനും ഏതാന്ന് പറയില്ല. അത് നിങ്ങളാ രാവിലെ പഠിപ്പിച്ചത് നിങ്ങളാ. ഇതിലുണ്ട് ഇല്ലാന്ന് നിഷേധിക്കും. ഞാൻ വായിച്ചതിലില്ലാന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറണ്ടോ അപ്പുറണ്ടോ? അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും, ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച ഇപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാവോ? നടുവത്ത് വായിച്ചു നിൽക്കും. അതാ നമ്മളെ ചോദ്യം. ഞാൻ ഈ വായിച്ചത് അതിലുണ്ടോ ഇല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് കൊടുത്തേ. ഞങ്ങൾ വായിച്ചു. ഞങ്ങൾ വായിച്ചു. അതെ, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളിങ്ങനെ മൂടി വെച്ച് വായിക്കൽ നിങ്ങൾ സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോ മലക്കുകൾക്ക് ആദം നബി അലൈഹിസ്സലാം മലക്കുകള് ആദം നബിക്ക് സുജൂദ് ചെയ്ത് ശിർക്കല്ല. ഇതിലാർക്കാണ് തർക്കം? പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് കാദിയാനിക്ക് പോകുന്നു. ചേകനൂർ എങ്ങനെയാ പോയെന്നറിയാം നിങ്ങള്? അതെ, പൂനൂർ അബൂബക്കർ മൗലവി എങ്ങനെയാ പോയത്? കാദിയാനിക്ക് പോയത് മുജാഹിദ് എന്നല്ലേ? ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആദ്യം മുജാഹിദാകുക, പിന്നെ കാദിയാനിയാകുക, പിന്നെ ചേകനൂരാകുക. പിഴച്ച് ഇങ്ങനെ പോകലല്ലേ? അപ്പൊ നിങ്ങൾ ഇനി എന്താകുക ആർക്കറിയാം? അതിങ്ങനെ പോകലല്ലേ? അത് എല്ലാവരും പിഴച്ചു പോലെ അങ്ങനെ തന്നെയാണ്. ഇനി ഇത് തന്നെയാണ് ഉമർ മൗലവിയും എഴുതിയത്. സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്ന കണ്ടാൽ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത് എന്ന് പറഞ്ഞ ഉടനെ അയാൾ പറയുന്നത് വിഗ്രഹത്തിന്. നേരത്തെ പറഞ്ഞ ആൾക്കാ, ഇത് വിഗ്രഹത്തിനാ. ഉമർ മൗലവി പറഞ്ഞ വിഗ്രഹത്തിന് സുജൂദാ, മറ്റത് മലക്കിനാ. അത് നബി ആൾക്കാണ്. ആൾക്ക് സുജൂദിനെ പറ്റി അവിടെ പറഞ്ഞു തന്നെ. ഇത് വിഗ്രഹത്തിനാ മൗലവി പറയുന്നത്. എന്നിട്ട് നോക്കൂ, പറയാണ് വിഗ്രഹത്തിന് സുജൂദായിട്ടു തന്നെയാണോ അങ്ങനെ കിടന്നത്, അഥവാ വേറെ വല്ല നിലയിലോ എന്ന് ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. ഒരു കമ്മീഷൻ നിശ്ചയിക്കണം. എന്തിന്? സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ട. സുജൂദിന്റെ രൂപത്തിൽ കിടക്കല കുമ്പിടലല്ലേ? കിടന്നാ സുജൂദാ? അങ്ങനല്ല നമ്മള് അല്ല, അതാണ് അതുവരെ എന്താണ് പറഞ്ഞത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടുന്ന് വായിക്കണം. രണ്ട് ബുക്കിലുള്ളതും കൃത്യമായിട്ട് വായിച്ചിട്ട് കാര്യങ്ങൾ പറയണം. ഇതുമായി ബന്ധപ്പെട്ട ഭാഗം വന്നത്
ഒരു 2 മിനിറ്റ് കൊണ്ട് തീരുമല്ലോ, അതാണ് തീർക്കി. ആയിക്കട്ടെ, ഒന്നിരിക്കെ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മൾ ഏതാണെങ്കിലും ഒരു എല്ലാവരും ഒന്ന് ഇരിക്കാമെന്ന് വായിക്കട്ടെ. എന്റെ സമയമാണ്. ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കാൻ എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. അതിന്റെ അപ്പുറവും ഇപ്പുറവും ഇതെന്താണ്? അതിന്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾക്ക് അനുകൂലമുണ്ടെങ്കിൽ നിങ്ങൾ